എനിക്ക് കുറച്ച് നാടൻ നെല്ലിക്ക കിട്ടും. നമ്മുടെ മരത്തിൽ ഇല നെല്ലിക്കയുടെ ഇലയെല്ലാം ഉണ്ടായിരുന്നു, ഞാനെടുത്ത് കളഞ്ഞതാണ്. നാടൻ നെല്ലിക്ക പകുതി ഇലയുമായിട്ടാണ് കിട്ടിയത്. നല്ല നാടൻ എങ്ങാണ്ട് മരത്തിൽ നിന്ന് പറിച്ച നെല്ലിക്ക. ഇവിടെ എല്ലാ ഭാഗവും നെല്ലിക്കുണ്ട്, അവരോട് വാങ്ങിച്ചത് നല്ല നാടൻ നെല്ലിക്ക. 5-6 ഞാൻ പച്ചയ്ക്ക് തിന്നു, വേറെ ആരും കഴിക്കത്തില്ല, ഞാൻ കഴിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് ഇതിനെ നമുക്കൊരു പിക്കിളാക്കി, കുറച്ച് നെല്ലിക്ക പിക്കിൾ ഇരിപ്പുണ്ട്, ഒരു എളുപ്പത്തിലൊരു പിക്കിളാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിന് എളുപ്പത്തിലൊരു ഇൻസ്റ്റൻറ്റ് പിക്കിളുണ്ടാക്കി. ആ പിക്കിളുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉണ്ടാക്കി വന്നപ്പോൾ നല്ല പിക്കിൾ, നല്ല സൂപ്പറായിരുന്നു. ഒരു 1/2 കിലോ നെല്ലിക്ക ഉണ്ട്. നെല്ലിക്ക എടുത്ത് ഞാൻ നല്ലതായിട്ട് കഴുകി, 1/2 കിലോ നെല്ലിക്ക ഉണ്ട്, നല്ലതായിട്ട് കഴുകി ഒരു പാത്രത്തിൽ വെച്ചിട്ട്, ഈ നമ്മുടെ കിഴത്ത പാത്രത്തിൽ വെച്ച് അടിയിൽ വെള്ളവും വെച്ചിട്ട് വേഗം വെച്ചേക്കുക. ഇത് വേഗം വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേഗം കണ്ട നെല്ലിക്ക നല്ല. ഇതിപ്പം വെച്ചിട്ട് 10 മിനിറ്റായി. ഇത്രയും ഇതുണ്ട്, ഇത്രയും നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും ഇങ്ങനെ വെന്താൽ മതി. 10 മിനിറ്റായി. നമുക്കിനി ഇതിങ്ങെടുത്ത് മാറ്റി വെക്കാം. ഇത് മാറ്റി വെച്ചിട്ട് നല്ലതായിട്ട് ഈ നെല്ലിക്ക നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ വടവേക്കൂടെ, ഈ വെട്ടേക്കൂടെ ഇങ്ങനെ ഒരു 5ആയിട്ട് കീറി കിടക്കണം. കുരു വേണ്ട, കുരു നമുക്ക് വേണ്ട. ഇതിങ്ങനെ നല്ലതായിട്ട് വെന്ത് ഈ വെട്ടേക്കൂടെ ഇങ്ങനെ കീറി ഇങ്ങനെ ഒരു ഇത്രയാക്കി ഇങ്ങനെ എടുക്കണം. അത് മുഴുവൻ നമുക്ക് അങ്ങനെ എടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഇത്ര അരിഞ്ഞു, ഇത്ര ഇഞ്ചിയും വേണം, ഇത്രയും വെളുത്തുള്ളിയും വേണം. അത് ചെറുതായിട്ട് അരിഞ്ഞു. കുറച്ച് കരിവേപ്പില എടുത്തു. ഗ്യാസിലൊരു ഇരുമ്പ് ചീനച്ചട്ടി വെച്ചു. ഈ ചീനച്ചട്ടി ഇരുമ്പ് ചീനച്ചട്ടി നല്ല വെയിറ്റ് ഉള്ളത്, പിക്കിളിന് വേണ്ടി മാത്രം ഞാൻ വെക്കുന്നത്. അതോടെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു. നല്ല ഇച്ചിരി ഏറെ എണ്ണ വേണം, കുറച്ചേറെ നല്ലെണ്ണ വേണം. ഇത്ര എണ്ണ ഒഴിച്ചു. ശരി, നല്ലതായിട്ട് ചൂടായി. 1 സ്പൂണ് കടുക് ഇട്ടു. കടുക് നല്ലതായിട്ട് പൊട്ടുമ്പോൾ, കടുക് പൊട്ടി വന്നപ്പം ഈ നമ്മൾ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും, വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് അതുകൂടെ അതിനകത്തോട്ട് ഇടുക. അതുകൂടെ ഇട്ട് നല്ലതായിട്ട് ഇളക്കുക. കുറച്ച് കരിവേപ്പില ഇട്ടു അത് ഇളക്കുക. ഒത്തിരി ഒന്നും മൂക്കണ്ട, ആ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നാൽ മതി. അങ്ങനെ വെന്താൽ മതി. അങ്ങ് ചുവന്നങ്ങ് ബ്രൗണൊന്നും ആകണ്ട. നല്ലതായിട്ട് ഇത്രയൊന്ന് എണ്ണയ്ക്കകത്ത് നല്ലതായിട്ട് മൂത്ത് വരണം. നല്ലതായിട്ട് മൂത്ത് അതിൻ്റെ കളറൊക്കെ നല്ല ചുമക്കണം, കരിഞ്ഞു പോയില്ല. നല്ലതായിട്ട് ചുമന്ന് വരുമ്പോൾ നമ്മുടെ ഈ വെന്ത നെല്ലിക്ക അതിനകത്തോട്ട് ഇടുക. ഇട്ടേച്ച് ഒന്ന് ഇപ്പം വേണമെങ്കിൽ ഇച്ചിരി തീ വെക്കാം. നേരം സിമ്മയിലും ശകലം തീ വെക്കാം. അപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഞാൻ ഉപ്പ് കല്ലാണ് ഇടുന്നത്. ഇത്ര ഉപ്പ് കല്ലിടുന്നു. ഉപ്പ് കല്ലിട്ടു. എന്നിട്ട് ഒന്ന് ഇളക്കുക. ഉപ്പ് കല്ലിട്ട് ഒന്ന് ഇളക്കിയിട്ട് നെല്ലിക്ക ഒന്ന് വേകണം. ഇനി നമുക്ക് അതിനകത്തോട്ട് വിനാഗിരി ഒഴിക്കും. ഞാൻ ഈ ഡൈലൂട്ട് ചെയ്യാത്ത വിനാഗിരി ഒഴിക്കുന്നത്.
കുറച്ച് വിനാഗിരി, വെള്ളമില്ലാത്ത വിനാഗിരി. ഇത് ഡൈലൂട്ട് ചെയ്യാതിരിക്കാൻ ഒത്തിരി നാളിരിക്കും, പൂക്കത്തില്ല. ഒരു അര ഗ്ലാസ് വിനാഗിരി. എന്നിട്ട് ഒന്നുകൂടെ തിളയ്ക്കുക. ഇതെല്ലാം ഒന്നുകൂടെ തിളയ്ക്കുക. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം. ഒന്നുകൂടെ വിനാഗിരി ഒഴിച്ചിട്ട്, ഓൾറെഡി വെന്ത നെല്ലിക്കായി, വിനാഗിരി ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങനെ വെച്ചൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത് തന്നെ ഒരു 2 ദിവസം വെച്ചേക്കണം. നല്ലതായിട്ടിരുന്ന് അതെല്ലാം പിടിച്ച് കഴിഞ്ഞിട്ട് കുപ്പിക്കകത്ത് വെക്കത്തുള്ളൂ. പിക്കിള് നല്ല ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്തിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന പിക്കിള് ഇന്നലെ ഉണ്ടാക്കിയത്. ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ കോരത്തുള്ളൂ. തുറന്നപ്പോഴേ നല്ല മണമാണ്, നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല മണവുമായിട്ടുണ്ട്. അത് ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്തിരുന്ന് ഒരു ദിവസം മുഴുവൻ അതിൻ്റെ ഇരുമ്പൊക്കെ ഇറങ്ങിയിട്ട് എടുത്ത് വെക്കത്തുള്ളൂ. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കി വെച്ചത് നല്ല സൂപ്പർ നെല്ലിക്ക പിക്കിളാണ്.